ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മൂകാംബികയ്ക്കാണ്. കറക്റ്റ് ടൈമിന് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷേ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അങ്ങനെ നമുക്ക് പോയ ട്രെയിൻ മന്ദം 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നെത്തി. കോച്ച് S1 ആയിരുന്നു. ട്രെയിനിനകത്ത് കയറിയതും വേഗം തന്നെ ഞങ്ങളുടെ സീറ്റിനകത്ത് കയറി കിടന്ന് ഉറങ്ങി. പക്ഷെ ആ ഉറക്കം അത്രയും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അലാം വെക്കാതെ തന്നെ എഴുന്നേക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ബൈന്ദൂർ മൂകാംബിക റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനെത്തി. ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം പേരും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ വരുന്നവരായിരിക്കും. അങ്ങനെ അടിപൊളി ഒരു സൺറൈസും കണ്ട് ഞങ്ങൾ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. സ്റ്റേഷന് പുറത്ത് ടാക്സിക്കാരും ഓട്ടോക്കാരും ഒക്കെ ആൾക്കാരെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു ചെറിയ സ്റ്റേഷനാണ്, എങ്കിലും ഒരുപാട് ആൾക്കാർ ദിവസേന ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. ആക്ച്വലി നമ്മൾ ഈ പോകുന്ന ബസ് സ്റ്റാൻഡിലേക്ക് റെയിൽവേ സ്റ്റേഷന് വെറും 1 കിലോമീറ്ററിന് താഴെ മാത്രമേ ദൂരമുള്ളൂ. ഞങ്ങൾക്ക് അത് അറിയാത്തതിനെ കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഓട്ടോയിൽ പോയത്. റെയിൽവേ സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ 50 രൂപയാണ് കേട്ടോ ഇവര് ഞങ്ങളോട് ചാർജ് ചെയ്തത്. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ ഈ ഒരു ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം കയറി സീറ്റ് പിടിച്ചു. 42 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തി. ആ 1 മണിക്കൂർ ഞങ്ങൾ നന്നായിട്ട് തന്നെ ഉറങ്ങുകയും ചെയ്തു. അതിനുശേഷം റൂമെല്ലാം എടുത്ത് കുളിച്ച് ഫ്രഷ് ആയി ഞാനിതേ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിനുള്ളിൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഇറങ്ങുന്നത് വരെ എന്റെ കെട്ടിയോൻ എന്നെയും കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ദേവിയോട് പരിഭവവും പരാതിയൊക്കെ പറഞ്ഞ് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.